പുതിയ പ്രമോ വന്നിട്ടുണ്ട്. ലാലേട്ടൻ വന്നിട്ട് ചെയ്യുന്ന ആരൊക്കെയാണ് ഈ പ്രാവശ്യത്തെ ക്യാപ്റ്റൻസി മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. ലക്ഷ്മിയും ജിസേലും ആദിലയുമാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത്, ഈ പ്രാവശ്യം ക്യാപ്റ്റൻസി കിട്ടിയാൽ എന്ത് ഇംപ്ലിമെൻ്റാണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് ലക്ഷ്മിയോടാണ് ചോദിക്കുന്നത്. ലക്ഷ്മി പറയുന്നത് സില്ലി വഴക്കുകൾ തീർക്കാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുന്നത്. അടുത്തത് ജിസേലിനോടാണ് ചോദിക്കുന്നത്. ജിസേൽ പറയുന്നത്, എനിക്ക് ക്യാപ്റ്റൻസി കിട്ടിയാൽ ഞാൻ ക്യാപ്റ്റൻസിയിലെ റൂൾസൊക്കെ ചേഞ്ച് ചെയ്യുമെന്ന് പറയുന്നു. അടുത്തത് ആദിലയോടാണ് ചോദിക്കുന്നത്. ആദില പറയുന്നത്, ഞാൻ കോൺവെർസേഷനുകൾ ക്രിയേറ്റ് ചെയ്യാനും സില്ലി വഴക്കുകൾ റിസോൾവ് ചെയ്യാനും ട്രൈ ചെയ്യുമെന്ന് ആദില പറയുന്നു. പിന്നീട് കാണിക്കുന്ന ആക്ടിവിറ്റി റൂമിലാണ്. ആക്ടിവിറ്റി റൂമിൽ അവർ 3 പേരും കൂടെ നിരന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ ഇടുപ്പ് ഭാഗത്തായിട്ട് റിബൺ വലിച്ച് കെട്ടിയിട്ടുണ്ട്. അത് അവർ കൈ തൊടാതെ അത് കറക്കി അഴിക്കണമെന്നുള്ളതാണെന്ന് തോന്നുന്നു ടാസ്ക്. അപ്പോൾ ഓരോരുത്തരായിട്ട് മാറി എല്ലാവരും ഒരേ ടൈമിൽ തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓരോരുത്തരുടെ ഭാഗങ്ങളായിട്ട് നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. ആദ്യം കാണിക്കുന്നത് ലക്ഷ്മിയുടെയാണ്. ലക്ഷ്മി കറങ്ങുന്നത്. ലക്ഷ്മിക്ക് ഒരുപാട് റിബൺ ഇരിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ജിസേലിനെയാണ്. ജിസേലിൻ്റെ റിബണെല്ലാം കുറേയൊക്കെ അഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. കൈ തൊടാതെ അഴിഞ്ഞ് വരണമെന്ന് തോന്നുന്നു. അവർ കറങ്ങുമ്പോൾ അഴിഞ്ഞ് വരുമെന്ന് തോന്നുന്നത്. പക്ഷേ ഇടയ്ക്ക് കൈ തൊടുന്നതായിട്ട് തോന്നുന്നുണ്ട്. ആദിലയുടെയും റിബണും കുറച്ച് കൂടുതലായിട്ടാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ജിസേലായിരിക്കുമെന്ന്. ജിസേലിൻ്റെ ഓൾമോസ്റ്റ് എല്ലാം ഇങ്ങനെ അഴിഞ്ഞ് കിടക്കുമായിരുന്നു. ഇത്രയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആരാണ് ക്യാപ്റ്റൻസി ജയിക്കുന്നതെന്ന് അറിയത്തില്ല. അതിൻ്റെ ലൈവ് തുടങ്ങുമ്പോൾ ഞാൻ ലൈവ് അപ്ഡേറ്റുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ ചാനലാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.